മെമ്മറി ആൻഡ് പേഴ്സണാലിറ്റി നോക്കി അല്ലേ. സോ ഈ സെഷനിൽ നമ്മൾ ലേണിംഗ് ആൻഡ് ബയോളജിക്കൽ ബേസിസ് നോക്കും. സോ ലേണിംഗിൽ നമ്മൾ എന്തൊക്കെയാ ലേണിംഗിന്റെ ഡെഫിനേഷൻ നോക്കി അല്ലേ. എന്താണ് ലേണിംഗ്? ഒരു എൻജോയിങ് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ് ആണല്ലേ ലേണിംഗ്. അതുപോലെ തന്നെ ലേണിംഗിന്റെ പല തിയറീസ് നമ്മൾ നോക്കി. എന്തൊക്കെ തിയറീസ് ആണ് നോക്കിയത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് നോക്കി, ഓപ്പറന്റ് കണ്ടീഷനിങ് നോക്കി. ഇതെല്ലാം ബിഹേവിയറൽ തിയറിയിൽ വരും അല്ലേ. പിന്നെ നമ്മൾ കോഗ്നിറ്റീവ് ലേണിംഗ് നോക്കി, സോഷ്യൽ ലേണിംഗ് തിയറീസ്, ഇതെല്ലാം നമ്മൾ നോക്കി അല്ലേ. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ എന്താണ് നോക്കിയത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡെവലപ്പ് ചെയ്തത് ആരാന്ന് നോക്കി. ആരാ ഡെവലപ്പ് ചെയ്തത്? പാവ്ലോ ആണ് ഡെവലപ്പ് ചെയ്തത്. പാവ്ലോയുടെ എക്സ്പീരിമെന്റ് നമ്മൾ നോക്കി. ഓർമ്മയുണ്ടോ ഇതെല്ലാം? പാവ്ലോയുടെ എക്സ്പീരിമെന്റ് നമ്മൾ നോക്കി. പിന്നെ എന്താണ് കണ്ടീഷൻഡ് സ്റ്റിമുലേ, സോറി അൺകണ്ടീഷൻഡ് സ്റ്റിമുലേ, കണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ഇതെല്ലാം നമ്മൾ നോക്കി അല്ലേ. ഈ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇൻസ്ട്രുമെന്റൽ ലേണിംഗ്, അതായത് എന്താണ് ഇൻസ്ട്രുമെന്റൽ ലേണിംഗ്? ഇൻസ്ട്രുമെന്റൽ ലേണിംഗിനെ നമ്മൾ ഒപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഒപ്പറന്റ് ലേണിംഗ് എന്ന് വിളിക്കും. സോ ഒപ്പറന്റ് ലേണിംഗ് എന്താന്ന് നോക്കി. സ്കിന്നറിന്റെ ബോക്സ് ഓഫ് എക്സ്പെരിമെന്റ്, സ്കിന്നർ ബോക്സ് എക്സ്പെരിമെന്റ് നമ്മൾ നോക്കി. ഒപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാ? തോൺട്രിക്ക് അല്ലെ. തോൺട്രിക്കിനെ പറ്റി നമ്മൾ നോക്കി. പിന്നെ അതിന്റെ 3 ലോസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള എന്താ ഫങ്ഷൻസ് എന്താ? ഫങ്ഷൻസ് ഇൻ ദ സെൻസ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ആണ്. അതിൽ തന്നെ നമ്മൾ പോസിറ്റീവ് നോക്കി, നെഗറ്റീവ് നോക്കി, അതിന്റെ സ്കെഡ്യൂൾസ് നോക്കി അല്ലെ. റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾസ് നോക്കി, ഫിക്സ്ഡ് വേരിയബിൾസ്, അങ്ങനെ മൊത്തം നാല് സ്കെഡ്യൂൾസ് ഉണ്ട് അല്ലെ. ആ 4 സ്കെഡ്യൂൾസും നമ്മൾ നോക്കി. ഇതുവരെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? Yes, ma'am. ഓക്കെ. പിന്നെ നമ്മൾ പല ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, എങ്ങനെ ഒരാളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാന്ന് നോക്കി അല്ലെ. എന്തൊക്കെയാ നമ്മൾ നോക്കി? സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ നോക്കി, ഫ്ലഡിങ് നോക്കി. ഇതെല്ലാം എക്സ്പോഷർ തെറാപ്പിയാണ് അല്ലേ. പിന്നെ എന്തൊക്കെയാ നോക്കി? അവേർഷൻ തെറാപ്പി നോക്കി. പിന്നെ ടോക്കൺ എക്കണോമിക്സ് നോക്കി. പിന്നെ എന്താ ഓപ്പറന്റ് കണ്ടീഷനിങ് ബേസ് ചെയ്തിട്ടുള്ള ഷേപ്പിംഗ് നോക്കി, ചെയിനിങ് നോക്കി. ഇതെല്ലാം നമ്മൾ നോക്കി. ഇത് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഇൻ ലേണിംഗ്, നമ്മൾ CBTയെ പറ്റി നോക്കി അല്ലെ. CBT, REBT, ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ തിങ്കിങ്ങും മെമ്മറിയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് നോക്കി അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഈ കോഗ്നിറ്റീവ് അപ്രോച്ചസ് അല്ലെങ്കിൽ CBT നമ്മുടെ ഇറാഷണൽ തോട്ട് റാഷണൽ തോട്ടാക്കി മാറ്റുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ വെർബൽ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് നോക്കി അല്ലെ. എന്താണ് വെർബൽ ലേണിംഗ്? ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ് വെർബൽ ലേണിംഗ്. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റിമുലയും മറ്റേ സ്റ്റിമുലയും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി. അതുപോലെ തന്നെ ന്യൂറോ ഫിസിയോളജി ഓഫ് ലേണിംഗ്, ബ്രെയിനിന്റെ റോള്, ന്യൂറോൺസിന്റെ റോള്, ന്യൂറോ ട്രാൻസ്മിഷൻസ്, ഇതെല്ലാം നമ്മൾ നോക്കിയതായിരുന്നു അല്ലേ. ഇതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഗൈസ്? ഓർമ്മയില്ലെന്നാണോ? ഓക്കെ. അപ്പൊ ഇനി ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഇന്നത്തെ സെഷൻ ഫുള്ള് PYQ വർക്ക്ഔട്ട് ആയിരിക്കും. പറഞ്ഞേ, വാട്ട് ഇസ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലേറ്റന്റ് ലേണിംഗ്? ലേറ്റന്റ് ലേണിംഗിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? നിങ്ങൾ ഈ ടേം ഫെമിലിയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് യൂസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. സോ B ഉണ്ട്, D ഉണ്ട് അല്ലെ ആൻസർ. എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞിരുന്ന ആൻസർ.
ആൻസർ ഡി ആണ്. എന്താണ് ലേറ്റന്റ് ലേണിംഗ്? ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ലേറ്റന്റ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ ബിഹേവിയറിൽ റിഫ്ലക്റ്റഡ് ആവില്ല. നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ് ആണെങ്കിലും നമ്മളൊരു സംഭവം കാണുന്നു, അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യില്ല അല്ലേ? നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഇപ്പൊ ഒബ്സർവേഷണൽ ലേണിംഗിൽ അറ്റൻഷൻ റിട്ടൻഷൻ ആ സംഭവം എല്ലാം പഠിച്ചല്ലേ? സോ അവിടെ റിഹേഴ്സലൊക്കെ നടന്നിട്ട് മാത്രമേ ആ ലേണിംഗ് നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളൂ. സോ അത് നമ്മൾ ലേൺ ചെയ്യുന്നുള്ളൂ. സോ പെട്ടെന്ന് തന്നെ ഒരു സംഭവം നമ്മൾ പഠിച്ചാൽ നമ്മുടെ ബിഹേവിയറിൽ അത് പെട്ടെന്ന് തന്നെ റിഫ്ലക്റ്റ് ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ബണ്ടൂരയുടെ എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ ഇപ്പം പാവ്ലോയുടെ എക്സ്പെരിമെന്റോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു നായയെ ബെൽ ആൻഡ് ഫുഡും ബെല്ലും ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ കണ്ടീഷൻ ചെയ്താൽ മാത്രമേ അതിന്റെ ബിഹേവിയറിൽ ഇത് റിഫ്ലക്റ്റ് ആവുന്നുള്ളൂ അല്ലേ? സോ അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ആവുന്ന ഒരു സംഭവമല്ല, കുറച്ച് ടൈം എടുത്തിട്ടാണ് ബിഹേവിയർ റിഫ്ലക്റ്റ് ആവുന്നത്. സോ അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലേറ്റന്റ് ലേണിംഗ്? ലേണിംഗ് ദാറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ എ ബിഹേവിയർ. സോ ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ചില ലേണിങ്സ് പെട്ടെന്ന് നമ്മുടെ ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സംഭവം വായിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഒബ്സർവ് ചെയ്യുന്നതോ പെട്ടെന്ന് നമ്മുടെ ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ പയ്യെ പയ്യെ നമ്മുടെ ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അതാണ് ലേറ്റന്റ് ലേണിംഗ്. ബി എന്തായിരുന്നു? ലേണിംഗ് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ ദ ബിഹേവിയർ. സോ ഇമ്മീഡിയറ്റ്ലി അല്ല, പയ്യെ റിഫ്ലക്ട് ആവുന്നതാണ് ലേറ്റന്റ്. ഓക്കെ, ഇനി പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ, എല്ലാരും ആൻസർ ചെയ്തേ. ഇതിന്റെ ആൻസർ എന്താണ്? ടു ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് പ്രിസീഡിംഗ് ബിഹേവിയർ വിൽ ബി റിപ്പീറ്റഡ്. സോ എന്താണ് റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? റീഎൻഫോഴ്സ്മെന്റ് എന്താ ചെയ്യുന്നേ? റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആരെങ്കിലും എന്താണ് മെയിൻലി ബിഹേവിയർ കുറക്കാനും റീഎൻഫോഴ്സ്മെന്റ് കൂട്ടാനും? അതെ, റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ കൂട്ടാനും പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പണിഷ്മെന്റ്. പക്ഷെ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്, എന്താണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്? പോസിറ്റീവ് ആഡ് ചെയ്യുന്നതും നെഗറ്റീവ് റിമൂവ് ചെയ്യുന്നതും. വെരി ഗുഡ്. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവം ആഡ് ചെയ്തിട്ട് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റിവാർഡ് കൊടുക്കുന്നു, ഒരു ട്രീറ്റ് കൊടുക്കുന്നു. ഈ പട്ടിക്കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോഴേ നമ്മൾ ട്രീറ്റ് കൊടുക്കൂലേ, അതൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. ഇനി അവര് ആ ബിഹേവിയർ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സംഭവം റിമൂവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ അതിന് ടിവിയോ അല്ലെങ്കിൽ ടി വി കാണുന്ന ടൈം കുറച്ചു. അപ്പം ആ ഒരു സംഭവം നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. സോ അതിനെ നമ്മൾ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയും. പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും സെയിം ആണ്, പക്ഷെ എന്താണ് ഡിഫറൻസ്?
പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് ഇതിവിടെ ഇപ്പം പണിഷ്മെന്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ എന്തായിരിക്കും, എന്താ റിപ്പീറ്റ് ചെയ്യാൻ, വിൽ നോട്ട് ബി റിപ്പീറ്റഡ് എന്നായിരിക്കും ആൻസർ. സോ ഇവിടെ എന്താണ് ആൻസർ? ടു ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് പ്രിസീഡിംഗ് ബിഹേവിയർ വിൽ ബി റിപ്പീറ്റഡ്. ഇവിടെ ഇപ്പൊ പണിഷ്മെന്റ് ആയിരുന്നെങ്കിൽ ടു ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് പ്രിസീഡിംഗ് ബിഹേവിയർ വിൽ നോട്ട് ബി റിപ്പീറ്റ്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞേ. Which of the following psychologists would argue that learning can take place when someone is watching other person and performs that behavior even when not reinforced? നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലേ? എല്ലാരും പറഞ്ഞേ. ഓക്കെ, സോ ഇത് എളുപ്പമാണല്ലോ. ആരാണ്? ബണ്ടൂരാണ്. സോ ഇവിടെ നടക്കുന്ന എന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ്. ഒരു വ്യക്തിയെ നമ്മൾ വാച്ച് ചെയ്യുന്നു, ഒരു വ്യക്തിയെ നമ്മൾ വാച്ച് ചെയ്തിട്ട് ആ ബിഹേവിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ആ വ്യക്തി അവിടെ ഇല്ലെങ്കിലും നമ്മൾ ആ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഈ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നതാരാ? ആൽബർട്ട് ബണ്ടൂര. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേരിയബിൾ റേഷ്യോ അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ ഓർമ്മയുണ്ടോ? റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്കെ, ഗുഡ്. എന്തൊക്കെയാണ് റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾസ്? ഓർമ്മയുള്ള സ്കെഡ്യൂൾസ് പറഞ്ഞേ. കണ്ടിന്യൂസ്, ഇന്റർവെൽ, പിന്നെ റേഷ്യോ ഉണ്ട് അല്ലേ? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? റീഎൻഫോഴ്സ്മെന്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഞാൻ ഒരു 5 കറക്റ്റ് റെസ്പോൺസിന് ഞാൻ നിങ്ങൾക്ക് റിവാർഡ് തരും. 5 കറക്റ്റ് റെസ്പോൺസിന് ഞാൻ നിങ്ങൾക്ക് റിവാർഡ് തരുന്നു. ഇത് എന്ത് ടൈപ്പ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ ആണ്? ഫിക്സ്ഡ് റേഷ്യോ. വെരി ഗുഡ്. ഫിക്സ്ഡ് റേഷ്യോ. എന്തുകൊണ്ടാണ് ഇത് ഫിക്സ്ഡ് റേഷ്യോ ആയത്? 5 കറക്റ്റ് റെസ്പോൺസസിനാണ് ഞാൻ എന്താ റിവാർഡ് കൊടുക്കുന്നത്. ഇവിടെ റെസ്പോൺസിന് ഞാൻ റിവാർഡ് കൊടുക്കുന്നെങ്കിൽ അത് റേഷ്യോ. ഞാനൊരു ടൈമിനാണ് റിവാർഡ് കൊടുക്കുന്നെങ്കിൽ അത് ഇന്റർവെൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്താ ഒരു മാസം നിങ്ങൾ ഈ ബിഹേവിയർ കാണിച്ച, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഒരു മാസത്തേക്ക് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഒരു കോഴ്സ് എടുത്താൽ ഞാനൊരു റിവാർഡ് തരും. അത് ഫിക്സ്ഡ് ഇന്റർവെൽ ആയിരിക്കും. സോ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ടൈമും, റേഷ്യോ എന്ന് പറഞ്ഞാൽ റെസ്പോൺസ്, നമ്പർ ഓഫ് റെസ്പോൺസസ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസ് റിലേറ്റഡ് ആണ് റേഷ്യോ. ഇനി ഫിക്സ്ഡ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ, ഒരു ഫിക്സ്ഡ് നമ്പർ. 5 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ, ഇപ്പം ഒരു തവണ ഞാൻ 5 റെസ്പോൺസിന് കൊടുത്തു, അടുത്ത തവണ ഞാൻ 6 റെസ്പോൺസിന് കൊടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് വേരിയബിൾ റേഷ്യോ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എന്താ സാലറി. ഇപ്പം എല്ലാ മാസവും സാലറി ക്രെഡിറ്റ് ആവുന്നു. അത് എന്ത് ടൈപ്പ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആണ്? എല്ലാ മാസവും സാലറി ക്രെഡിറ്റ് ആവും. എന്ത് ടൈപ്പ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ ആണിത്? ഫിക്സ്ഡ് റേഷ്യോ. ഫിക്സ്ഡ് ഇന്റർവെൽ. ഫിക്സ്ഡ് ഇന്റർവെൽ ആണ് ഇവിടെ ആൻസർ.
എന്തുകൊണ്ട് ഇവിടെ ഇന്റർവെൽ വന്നേ? ഒരു ടൈം പീരീഡ് ആണെങ്കിൽ ഇന്റർവെൽ, നമ്പർ ഓഫ് റെസ്പോൺസ് ആണെങ്കിൽ റേഷ്യോ. സോ സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ബേസ് ചെയ്തിട്ടല്ല നമുക്ക് എന്താ കിട്ടുന്നത് അല്ലേ. സോ ഒരു എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സാലറി വരും, അങ്ങനെയാണെങ്കിൽ അത് ഫിക്സ്ഡ് ഇന്റർവെൽ. ഇനി അതല്ല നമ്മളെ ടാർജറ്റ് ബേസ് ചെയ്തിട്ടാണ് സാലറി കിട്ടുന്നതെങ്കിൽ എങ്ങനെയാ? അത് അവിടെ ഫിക്സ്ഡ് റെസ്പോൺസ് വരും അല്ലേ, സോറി ഫിക്സ്ഡ് റേഷ്യോ വരും അല്ലേ. നമ്മുടെ റെസ്പോൺസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ഇപ്പൊ ചില ഫ്രീലാൻസിങ് ജോബ് അല്ലെങ്കിൽ ചില ജോബിനൊക്കെ ഒരു ടാർജറ്റ് ആണ്, ഇന്ന ടാർജറ്റ് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക്, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഡേറ്റ കളക്ട് ചെയ്യാൻ പറയണം, അപ്പം നിങ്ങൾ ഓരോ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് 5 രൂപ 10 രൂപ വെച്ച് തരും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ എന്താ പൈസ തരുന്നതല്ലേ. സോ അവിടെ നടക്കുന്നത്, അവിടെ വരുമ്പോ റേഷ്യോ. ഇപ്പം കൺഫ്യൂസ്ഡ് ആവരുത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ നമ്പർ ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടുള്ളത് റേഷ്യോ. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് നമ്പർ ഉണ്ടായിരിക്കും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് നമ്പർ ഒന്നും കാണത്തില്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മറക്കില്ലല്ലോ. കൺഫ്യൂസ്ഡ് ആയോ? കൺഫ്യൂസ്ഡ് ആയോ? ക്ലിയർ ആണോ ഗൈസ്? റീഎൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത പറഞ്ഞേ, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻസൈറ്റ്? എന്താണ് ഇൻസൈറ്റ്? ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്താ? ബി ആണോ? ബി എന്താ? ലേണിംഗ് ദാറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ എ ബിഹേവിയർ ചേഞ്ച് എന്താ? ലേറ്റന്റ് ലേണിംഗ് അല്ലേ, അത് ലേറ്റന്റ് ലേണിംഗ്. ഇനി സി എന്താ? എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ഓൾ എലമെന്റ്സ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന്റെ പല എലമെന്റ്സ് നമ്മൾ മനസ്സിലാക്കുന്നതിന്, അതിനെയാണോ ഇൻസൈറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഇൻസൈറ്റ്? നമ്മള് അന്ന് നോക്കിയായിരുന്നു അല്ലെ, നിങ്ങക്ക് പെട്ടെന്ന് നിങ്ങക്ക് ഫെയർവെലിന് ഒരു തീം, ഒരു യൂണീക്ക് ആയിട്ട് ഒരു കോൺസെപ്റ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇറക്കണം. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക പെട്ടെന്നൊരു നിമിഷമായിരിക്കും നിങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റി ബൾബ് അല്ലെങ്കിൽ ആ ഇൻസൈറ്റ് ഉണ്ടാവുന്നത്. സോ ഒരു പ്രോബ്ലം നിങ്ങൾ അവിടെ സോൾവ് ചെയ്തേക്കുന്നതാണ് അല്ലേ. സോ അവിടെ എന്താ? ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ പ്രോബ്ലം, എല്ലാ എലമെന്റ്സ് ഓഫ് എ പ്രോബ്ലം നിങ്ങൾ അവിടെ സോൾവ് ചെയ്തിരിക്കുന്നു. സോ അതാണ് ഇൻസൈറ്റ്. സോ എന്താണ് ഇൻസൈറ്റ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഒക്കർ ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ഓൾ എലമെന്റ്സ് ഓഫ് എ പ്രോബ്ലം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ക്ലയന്റിനെ ഒക്കെ കാണാൻ പോകുമ്പോൾ അവിടെ ക്ലയന്റിനും ഇൻസൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. എന്താണ് ക്ലയന്റിന് ഇൻസൈറ്റ്? ക്ലയന്റിന് ഇൻസൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു പേഷ്യന്റിന് ഇൻസൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു പേഷ്യന്റിന് ഇൻസൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? അവർക്ക് അവരുടെ കണ്ടീഷനെ പറ്റി അറിവുണ്ടോന്നല്ലേ? ഒന്നും കൂടെ കേട്ടില്ല. ജനൽ ഒന്നും കൂടെ പറയോ, ഞാൻ കേട്ടില്ല. അവർക്ക് അവരെ കണ്ടീഷനെ പറ്റിയിട്ട് അറിവുണ്ടോ? ആ, വെരി ഗുഡ്.
അവർക്ക് അവരുടെ കണ്ടീഷനെ പറ്റി എത്രത്തോളം അവർ അവെയർ ആണ് എന്നുള്ളൊരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് ഒരു ഇൻസൈറ്റും കാണില്ല, അതായത് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കത്തില്ല. ചില ആൾക്കാർ കംപ്ലീറ്റ് ഡിനയിലായിരിക്കും. ചില ആൾക്കാർക്ക് അറിയാം എന്തോ ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ അത് അവരെ ബാക്കിയുള്ളവരിലായിരിക്കും കുറ്റപ്പെടുത്തുന്നത്, അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. ചില ആൾക്കാർക്ക് ഇൻസൈറ്റ് കാണും, അത് മാറ്റണം എന്നുണ്ട്, പക്ഷെ ഫുൾ എഫേർട്ട്, അത് മാറ്റാനുള്ള എഫേർട്ട് ഇടത്തില്ല. ചില ആൾക്കാർക്കൊക്കെ അറിയാം എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി മാറ്റണം എന്നുണ്ട്, ഫുൾ ഫുൾ എഫേർട്ട് ഇടും. സോ ഇതിനെ നമ്മൾ ഇൻസൈറ്റ് മൊത്തത്തിൽ ഒരു 6 ലെവൽ ഓഫ് ഇൻസൈറ്റ് ഉണ്ട്. സോ അവസാനത്തെ ലെവലാണ് ഹൈയസ്റ്റ് ലെവൽ. ഓക്കെ, സോ ഹൈയസ്റ്റ് ലെവൽ 6th ലെവലാണ് ഹൈയസ്റ്റ് ലെവൽ, ട്രൂ ഇൻസൈറ്റ് എന്ന് പറയും. ആ ട്രൂ ഇൻസൈറ്റിൽ എല്ലാവർക്കും എല്ലാരും അവെയർ ആയിരിക്കും, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് മാറ്റണമെന്നും അവർക്കറിയാം, അവരത് മാറ്റാനായിട്ട് എഫേർട്ട് ഇടും. ബാക്കി ലെവൽ ഓഫ് ഇൻസൈറ്റിൽ അവർക്ക് ചില ലെവൽ 1ലൊക്കെ അവർക്ക് അറിയത്തേ ഇല്ല അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട്. ഒരു ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 4 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അറിയാം പ്രശ്നമുണ്ട് എന്ന്, പക്ഷെ അത് അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. എനിക്ക് ഇങ്ങനെ പ്രശ്നമുള്ളത് എന്റെ അടുത്ത് ഇന്ന ആൾ ഇങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ എന്നെ ഇവരെല്ലാരും ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നമുള്ളത്, എന്റെ പ്രശ്നമല്ല. സോ അതാണ് ഇൻസൈറ്റ്. സോ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് എത്രത്തോളം അവരുടെ കണ്ടീഷനെ പറ്റി അവെയർ ആണ്. ഇതാണ് ക്ലിനിക്കൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സോ ലേണിംഗിന്റെ കോൺസെപ്റ്റില് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഒരു പ്രോബ്ലത്തിന്റെ എല്ലാ എലമെന്റ്സും നമ്മൾ അത് മനസ്സിലാക്കി നമുക്കത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. സോ അതാണ് ഇൻസൈറ്റ്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അടുത്ത് which of the following best describes the principle behind operant condition? എല്ലാവരും ആൻസർ ചെയ്തേ. എല്ലാവരും ആൻസർ ചെയ്തേ. സോ ഇതിന്റെ ആൻസർ എന്താ? എ ആണ് ആൻസർ. എന്തുകൊണ്ടാണ് എ ആൻസർ? ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞേ? സി പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ബോത്ത് ഈക്വലി help to get rid of unwanted behavior. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഈക്വലി ഹെൽപ്ഫുൾ ആണോ? നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യരുത്, ആ ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പണിഷ്മെന്റ്. അപ്പം രണ്ടും ഈക്വലി ഹെൽപ്ഫുൾ ആണോ ഒരു അൺവാണ്ടഡ് ബിഹേവിയർ മാറ്റാനായിട്ട്? രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈക്വലി ഹെൽപ്ഫുൾ ആണോ എന്ന് വെച്ചാൽ ചില സമയത്ത് പണിഷ്മെന്റ്, എക്സ്പെഷ്യലി പോസിറ്റീവ് പണിഷ്മെന്റ്
അത് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇപ്പം ഭയങ്കര സ്ട്രിക്ട് പാരന്റിങ്, ഒരു ബിഹേവിയർ കുറയ്ക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ വാരിയിട്ട് അടിക്കാന്ന് വെച്ചോ, അത് ഹെൽപ്പ് ചെയ്യൂ ബിഹേവിയർ മാറ്റാനായിട്ട്? ബിഹേവിയർ മാറ്റത്തില്ല. അത് കുഞ്ഞു കുഞ്ഞു ട്രോമാസിന് റീസൺ ആവും. വലുതായിട്ട് ആ കുഞ്ഞു വലുതായി ഒരു അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. സോ റീഎൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഈക്വലി ഹെൽപ്ഫുൾ അല്ല. രണ്ടും ബിഹേവിയർ മാറ്റാനായിട്ട് ഹെൽപ്ഫുൾ ആണ്, പക്ഷെ ഈക്വലി ഹെൽപ്ഫുൾ ആണോ എന്ന് വെച്ചാൽ അല്ല. പണിഷ്മെന്റിനെ കാട്ടി ഹെൽപ്ഫുൾ റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെന്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു റീഎൻഫോഴ്സ് പോസിറ്റീവ് ബിഹേവിയർ ആണോ? ഒരു കുഞ്ഞെ എപ്പോഴും നല്ല ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നിങ്ങൾ ട്രീറ്റ് കൊടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അതിന് തന്നെ ട്രീറ്റ് കിട്ടിയിട്ട് അത് ബോറടിക്കും. അതുകൊണ്ട് ആ ബിഹേവിയർ അത് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ബിഹേവിയർ ഒരു പോസിറ്റീവ് ബിഹേവിയർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു റൈറ്റ് വേ അല്ല. പിന്നെ ടു ഡിക്രീസ് അൺഡിസൈഡ് ബിഹേവിയർ വൺ മസ്റ്റ് യൂസ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ യൂസ് ചെയ്യാനായിട്ട് ഒരാള് നെഗറ്റീവ് പണിഷ്മെന്റ് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെയാണോ? അങ്ങനെ അല്ലേ? സോ ഇവിടുത്തെ ആൻസർ എന്താണ്? എ ആണ് ആൻസർ. കോൺസിക്വൻസസ് വൺ റിസീവ് ആർ ഡയറക്ട്ലി ബേസ്ഡ് ഓൺ ദയർ ബിഹേവിയർ. അവരുടെ ബിഹേവിയർ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആ കോൺസിക്വൻസസ് കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരാള് ഒരു ബിഹേവിയർ ചെയ്തു, ആ ബിഹേവിയറിന് അയാൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് കോൺസിക്വൻസസ് ആണ്. പോസിറ്റീവ് കോൺസിക്വൻസ് ആണെങ്കിൽ എന്താ? ആ ബിഹേവിയർ റിപ്പീറ്റ് ആവും അല്ലേ? ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അയാൾക്ക് കിട്ടുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ് ആണെങ്കിൽ എന്താ? ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ തോൺട്രിക്കിന്റെ പ്രിൻസിപ്പിൾ നോക്കിയതാണ് അല്ലേ? സോ the consequences one receive are directly based on their behavior. അവരുടെ ബിഹേവിയർ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് കിട്ടുന്ന കോൺസിക്വൻസസ്. ഓക്കെ, ഇനി പറഞ്ഞേ, വാട്ട് ഇസ് ദ പ്രെഗ്മാക് പ്രിൻസിപ്പൽ ഇൻ ഓപ്പറന്റ് കണ്ടീഷനിങ്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രെഗ്മാക് പ്രിൻസിപ്പൽ എന്താണ്? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. ഓക്കെ, സോ എന്താണ് പ്രെഗ്മാക് പ്രിൻസിപ്പിൾ? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലെ പ്രെഗ്മാക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? ബി തന്നെയാണ്. എന്താണ്? അക്വയറിംഗ് എ ഡിസൈർഡ് ബിഹേവിയർ ക്യാൻ ബി യൂസ് ടു റീഎൻഫോഴ്സ് എ ലെസ് ഡിസൈറബിൾ ബിഹേവിയർ. നമുക്കൊരു ഡിസൈർഡ് ബിഹേവിയർ നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ ആ ഡിസൈർഡ് ബിഹേവിയർ നമുക്ക് ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങള് എന്താ നല്ല ദേഷ്യമുള്ള ഒരു വ്യക്തി, നമ്മൾ സബ്ലിമേഷൻ ഒക്കെ പോലെ നല്ല ദേഷ്യമുള്ള ഒരു വ്യക്തി ഇപ്പം ജിമ്മിൽ എന്തെങ്കിലും പോയിട്ട് എന്താ ഒരു 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 ഡിസൈഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, ആൾക്ക് നല്ല ബോഡി ബിൽഡ് ചെയ്യണം. സോ അങ്ങനത്തെ ഒരു ബിഹേവിയർ ആള് ബിൽഡ് ചെയ്യേ.
സോ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ദേഷ്യം എന്നൊരു സംഭവം അവിടെ ഇല്ലാണ്ടാകും. മനസ്സിലായോ? സോ പ്രഗ്മാക് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു ഡിസൈറബിൾ അക്വയറിംഗ് എ ഡിസൈർഡ് ബിഹേവിയർ ക്യാൻ ബി യൂസ് ടു റീഎൻഫോഴ്സ് എ ലെസ് ഡിസൈറബിൾ ആക്ടിവിറ്റി. ഒരു ഡിസൈർഡ് ആയിട്ടുള്ള ബിഹേവിയർ അക്വയർ ചെയ്യുമ്പം നമുക്ക് ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് റീഎൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞേ. എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ക്ലാസിക്കൽ കണ്ടീഷൻ? അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്? ലേണിംഗ് ഇൻ വിച്ച് എ റെസ്പോൺസ് എലിസിറ്റഡ് ബൈ എ stimulate comes to be elicited by a formally neutral stimulus. Very good. So ബാക്കി ഓപ്ഷൻസ് എന്താ പറയുന്നത്? ലേണിംഗ് ബൈ മോഡലിംഗ് ഓർ ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. ഇതെന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലേ? ലേണിംഗ് ദാറ്റ് ഒക്കേഴ്സ് ബൈ ഒബ്സർവിംഗ് കോൺസിക്വൻസസ് ഓഫ് അതേഴ്സ്. അതും മോഡലിംഗ് ആൻഡ് ഒബ്സർവേഷണൽ ലേണിംഗിൽ വരും. പിന്നെ ലേണിംഗ് ബേസ്ഡ് ഓൺ റിവേർഡ്സ് ആൻഡ് പണിഷ്മെന്റ് എന്താണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലേ? സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ലേണിംഗ് ഇൻ വിച്ച് response elicited by a stimulus comes to be elicited by a formally neutral ആയിട്ടുള്ള stimulus. ഒരു ന്യൂട്രൽ സ്റ്റിമുലസും ഒരു എന്താ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കൂടെ ചേരുമ്പോഴത്തേക്ക് നമുക്കൊരു കണ്ടീഷൻഡ് റെസ്പോൺസ് കിട്ടും അല്ലേ? അതല്ലേ ക്ലാസിക്കൽ കണ്ടീഷനിങ്? ആണോ? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താന്ന് എല്ലാവർക്കും അറിയാലോ. കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണല്ലോ. ഓപ്പറന്റ് കണ്ടീഷനിങ് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണോ? ഞാൻ ഓഡിബിൾ ആണോ? നിങ്ങക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? പിന്നെന്താ ആരൊന്നും മിണ്ടാത്തെ? കോൺസെപ്റ്റ് നിങ്ങക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണ്. ആ കുഞ്ഞിന് എന്താ ഹോംവർക്ക് ചെയ്യത്തില്ല, എനിക്ക് വീഡിയോ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ് നന്നായിട്ട് വാശി പിടിക്കുകയാണ്. ഈ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആരെങ്കിലും ഈ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് നിങ്ങൾ പല ലേണിംഗ് ടെക്നിക്കും പഠിച്ചല്ലേ? ഒരു ലേണിംഗ് ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്തേ. ഒരു കുഞ്ഞ് നന്നായിട്ട് വാശി പിടിക്കുകയാണ്, അതിനെന്താ വീഡിയോ ഗെയിം കളിക്കണം, ഹോംവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഹോംവർക്ക് ചെയ്യത്തില്ല, എനിക്ക് വീഡിയോ ഗെയിം കളിക്കണം. ഓക്കെ, നിങ്ങൾ എന്ത് പ്രിൻസിപ്പിൾ എങ്കിലും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഹലോ ഹലോ.
പോസിറ്റീവ് പണിഷ്മെന്റ്. നല്ല റെഡി ഐഡി വെച്ചു. ഓക്കെ, പോസിറ്റീവ് പണിഷ്മെന്റ്. ഓക്കെ, നിങ്ങൾ ജെന്റിൽ പാരന്റിങ് ആണ്, നിങ്ങൾ എല്ലാവരും ജെന്റിൽ പാരന്റ്സ് ആണ്, നിങ്ങൾക്ക് ഇവിടെ ജെന്റിൽ പാരന്റിങ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? നമ്മൾ നേരത്തെ ഒരു സംഭവം നോക്കിയല്ലേ, പ്രെഗ്മാക് പ്രിൻസിപ്പൽ. ഓക്കെ, നെഗറ്റീവ് പണിഷ്മെന്റ് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. പോസിറ്റീവ് പണിഷ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം, നെഗറ്റീവ് പണിഷ്മെന്റ് യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രെഗ്മാക് പ്രിൻസിപ്പൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ആ കുട്ടിയോട് എന്ത് പറയാം? ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം നീ ഹോംവർക്ക് ചെയ്യ്, ഹോംവർക്ക് ചെയ്താൽ നിനക്ക് വീഡിയോ ഗെയിം കളിക്കാൻ പറ്റും. സോ ഇതാണ് പ്രെഗ്മാക് പ്രിൻസിപ്പൽ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു തപ്സ് അപ്പ്. മനസ്സിലായോ? ഓ, എല്ലാവർക്കും മനസ്സിലായോ? ഓ ഓ, പറഞ്ഞേ. ഓ, സോ ഇവിടുത്തെ ആൻസർ എന്താണ്? നമ്മൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ പഠിച്ചതാണ് അല്ലെ? ഇപ്പൊ എന്താണ് ഡീസെൻസിറ്റൈസേഷൻ? നമ്മുടെ ആങ്സൈറ്റി, ഒരു സ്പെസിഫിക് ഫോബിയാസ് മാറ്റാനാണ് നമ്മൾ മെയിൻലി, ഫോബിയയും ആങ്സൈറ്റിയും മാറ്റാനാണ് നമ്മൾ മെയിൻലി ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അല്ലെ? സോ ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സ്പോഷർ ആണ് അല്ലെ? സോ ഗ്രാജുവൽ ടെക്നിക് ഡിസൈൻ ടു ഗ്രാജുവലി റെഡ്യൂസ് ആങ്സൈറ്റി ഓഫ് എ ഒബ്ജക്റ്റ് ആൻഡ് സിറ്റുവേഷൻ. ഗ്രാജുവലി നമ്മുടെ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള ആങ്സൈറ്റി കുറയ്ക്കാനാണ് നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇത് പറഞ്ഞേ. Which psychologist conducted an experiment on insight learning using a chimpanzee and a stick? എല്ലാവരും പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. ഇതിന്റെ ആൻസർ ഡി ആണ് കേട്ടോ. സോ ആദ്യം എന്താണ് എക്സ്പെരിമെന്റ്? സോ രണ്ട് എക്സ്പെരിമെന്റ് ആണ് കണ്ടക്ട് ചെയ്തത്. എക്സ്പെരിമെന്റ് എ ഉണ്ട്, എക്സ്പെരിമെന്റ് ബി ഉണ്ട്. സോ ഇവിടെ ഒരു കേജ് ഉണ്ട്. ഓക്കെ, ഈ കേജിൽ ആരുണ്ട്? നമ്മുടെ ചിമ്പാൻസി. സിറ്റുവേഷൻ ബിയിലും എന്തുണ്ട്? ചിമ്പാൻസി. ഓക്കെ, ഇനി എന്താ? ചിമ്പാൻസി എവിടെയാ കിടക്കുന്നത്? കേജിലാണ് കിടക്കുന്നത്. സിറ്റുവേഷൻ എയില് മുകളിൽ എന്താ? ചിമ്പാൻസിക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു ബനാന തൂക്കി. ബനാന.
ഇവിടെ എന്താ സിറ്റുവേഷൻ ബിയിൽ എന്താ ബനാന കേജിന്റെ പുറത്ത് വെക്കുക. ഇവർക്ക് എത്താൻ പറ്റാത്ത രീതിയിലാണ് വെക്കുന്നത് ബനാനാസ്. ഓക്കെ, അല്ലെങ്കിൽ കേജിൽ തൂക്കിയിടോ അല്ലെങ്കിൽ ചിമ്പാൻസിയുടെ കയ്യിൽ എത്താൻ പറ്റാത്ത രീതിയിൽ വെക്കുക. അപ്പൊ ഈ സിറ്റുവേഷൻ എയിൽ ചിമ്പാൻസീസ് എന്തോ ചെയ്യും? ഓക്കെ, ഇവരുടെ കേജിൽ കുറെ ബോക്സസ് ഉണ്ട്. പല സ്ഥലത്തായിട്ട് കുറെ ബോക്സസ് കിടക്കുക. ഈ സിറ്റുവേഷൻ എയിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിക്സ് ഉണ്ട്. സ്റ്റിക്സും ബോക്സസും ആയിട്ട് കിടക്കും. ഓരോ സിറ്റുവേഷനിലും ചിമ്പാൻസി എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് പറഞ്ഞാൽ പറഞ്ഞേ. പറഞ്ഞേ. നിങ്ങൾ ഒരു ചിമ്പാൻസി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും? നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? ചിമ്പാൻസിയെ വിടും, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും? എന്താരും ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും? ആദ്യത്തേല് പെട്ടി അട്ടിക്ക് വെച്ചിട്ട് സാധനം എടുക്കും, രണ്ടാമത്തേല് വടി വെച്ച് തട്ടിയെടുക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ എക്സ്പെരിമെന്റിൽ ചിമ്പാൻസീസ് ബിഹേവ് ചെയ്തത്. സോ ചിമ്പാൻസീസ് എന്താ ഹ്യൂമൻസിന് അടുപ്പിച്ച് എന്താ അവർക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? സോ അവരുടെ ഇൻസൈറ്റ് ലേണിംഗ് ഹൈ ആണ്. അവരെന്താ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്നും യൂസ് ചെയ്തില്ല. നമ്മുടെ ഈ സ്കിന്നറിന്റെ എക്സ്പെരിമെന്റിലും ആ ബാക്കി എക്സ്പെരിമെന്റിലും എന്താ ഈ റാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പീജൻ ആണെങ്കിലും എന്തോ ചെയ്യും? ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യും അല്ലേ? ട്രയൽ, അത് എല്ലാം ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ഒരു സൊല്യൂഷനിൽ എത്തുന്നല്ലേ. സോ ഇവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്നും ഇല്ല. ഡയറക്റ്റ് അവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അവര് സിറ്റുവേഷൻ എയിൽ എന്താ ഈ ബോക്സസ് എല്ലാം അടുക്കിയിട്ടിട്ട് അവിടെ കയറി നിന്നിട്ട് ബനാന എടുക്കും. ഇവിടെ എന്താ ഒരു കമ്പ് വെച്ചിട്ട് അതിനെ തട്ടിയെടുക്കും അല്ലെ അവർക്ക്. സോ അവർ കറക്റ്റ്ലി ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്തേക്കാണ്. പെട്ടെന്ന് അവർ സോൾവ് ചെയ്തേക്കുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്തേക്കാണ്. സോ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത വ്യക്തിയാണ് വൂൾഫ് ഗാങ് കോഹ്ലർ. മറക്കരുത്, കോഹ്ലർ ആണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. വൂൾഫ് ഗാങ് എന്ന് ഓർത്ത് വെച്ചാലും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ എക്സാമിന് കോഹ്ലർ മാത്രമായിരിക്കും കൊടുത്തേക്കുന്നത്. ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത്. വൂൾഫ് ഗാങ് കോഹ്ലർ ആണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ബയോളജിക്കൽ ബേസിസ് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാ നിങ്ങൾ നോക്കിയെന്ന് നോക്കി ക്വസ്റ്റ്യൻസിലേക്ക് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? നിങ്ങൾ ന്യൂറോ ബയോളജി എന്താണെന്ന് പഠിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റം നോക്കി, പെരിഫറൽ നെർവസ് സിസ്റ്റം നോക്കി, ഓരോ ന്യൂറോൺസിന്റെ ഫങ്ഷൻസ് നോക്കി, അതിന്റെ സ്ട്രക്ചർ നോക്കി, ന്യൂറോട്ടിക് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ നോക്കി, നിങ്ങൾ കെമിക്കൽ ട്രാൻസ്മിഷൻ നോക്കി, സിനാപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫങ്ഷനും നോക്കി. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓർമ്മയുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ പല റീജിയൻസും, ബ്രെയിനിന്റെ സെറിബ്രം, സെറിബ്രല്ലം, ബ്രെയിൻ സ്റ്റം, എന്താ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ, ഇതെല്ലാം നമ്മൾ നോക്കിയതാണ് അല്ലെ? അതുപോലെ തന്നെ സ്പെഷ്യൽ ഏരിയ ഹിപ്പോ ക്യാമ്പസിന്റെ ഫംഗ്ഷൻ എന്താന്ന് നിങ്ങൾ നോക്കി, അമീഗ്ഡലയുടെ ഫംഗ്ഷൻ എന്താന്ന് നോക്കി, അതുപോലെ തന്നെ ഫ്രണ്ടൽ ലോബ്സിന്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ കണ്ടു അല്ലെ? എല്ലാത്തിന്റെ ഫംഗ്ഷൻ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഹിപ്പോ ക്യാമ്പസ് എന്താണ്? ലേണിംഗ് ആൻഡ് മെമ്മറി, അമീഗ്ഡല ഇമോഷൻ, ഫ്രണ്ടൽ ലോബ്സ് എന്താ ഹയർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾ നോക്കിയായിരുന്നു. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? നമ്മുടെ ഹോർമോണൽ സിസ്റ്റം അല്ലേ? അവിടെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഹോർമോൺസും പഠിച്ചു. പിറ്റ്യൂട്ടറി ഹോർമോൺ പഠിച്ചു, അഡ്രീനൽ ഹോർമോൺ പഠിച്ചു, തൈറോയ്ഡ് ഹോർമോൺ പഠിച്ചു. പിന്നെ കോർട്ടിസോളും അഡ്രിനാലിനും എവരുടെയൊക്കെ റോളും എവരുടെയൊക്കെ ഫങ്ഷനും ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ ജനറ്റിക് ഇൻഫ്ലുവൻസ്, നമ്മുടെ ട്വിൻ സ്റ്റഡി ഒക്കെ നമ്മൾ നോക്കിയല്ലേ? ഹെറിഡിറ്ററി ജനറ്റിക്സ്, പിന്നെ നേച്ചർ, നർച്ചർ, ഇതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ സ്ലീപ്പിന്റെ പല സ്റ്റേജസും സ്ലീപ്പിന്റെ ഫങ്ഷനും ഇതെല്ലാം നമ്മൾ നോക്കി. എല്ലാം ഓർമ്മയുണ്ടല്ലോ? എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ?
ഓക്കെ ഗുഡ്. സോ ആൻസർ ചെയ്തേ. വാട്ട് ഈസ് എ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സോ ബിയും ഉണ്ട് എയും. എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. ആൻസർ ബി ആണ്. സോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണോമിക്, ആ വേർഡ് ഓട്ടോണോമിക് എന്ന് പറഞ്ഞാൽ സംതിങ് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോണോമിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫംഗ്ഷൻ. എന്താണ് ഇൻവോളണ്ടറി? ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ലാത്ത, ഇപ്പൊ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ അറിയാണ്ട് നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. പക്ഷെ വോളണ്ടറി മസിൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ എന്റെ കൈ ഇങ്ങനെ ആക്കണമെങ്കിൽ ഞാൻ വിചാരിച്ച എനിക്ക് അങ്ങനെ ആക്കാൻ പറ്റും. സോ അതാണ് വോളണ്ടറി മസിൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വോളണ്ടറി ബോഡി ഫംഗ്ഷൻ. വോളണ്ടറി ബോഡി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഉള്ള ഒരു സംഭവമാണ് വോളണ്ടറി. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അതിൽ മേല് കൺട്രോൾ ഇല്ല. സോ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ബോഡി ഫംഗ്ഷനിങ് ഒക്കെ നോക്കുന്നത് ആരാ? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, അടുത്ത. Which neurotransmitter is primarily associated with the regulation of mood, sleep and appetite? എളുപ്പമാണ്. മൂഡ്, സ്ലീപ്പ്, അപ്പറ്റൈറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന മെന്റൽ ഡിസോർഡേഴ്സിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സിന്റെ എന്താ ക്രൈറ്റീരിയാസ് നോക്കുമ്പോ തന്നെ എന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞേ. പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ. നിങ്ങൾ പറയാത്തതാണോ അത് എനിക്ക് മെസ്സേജ് വരാത്തതാണോ? ഓക്കെ, എല്ലാരും എല്ലാരും പറഞ്ഞേ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ബി തന്നെയാണ് ആൻസർ. സെറോട്ടോണിൻ. അപ്പം നമ്മൾ സെറോട്ടോണിൻ എന്താ ഡിപ്രഷനുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിപ്രഷന്റെ മെയിൻ സിംറ്റംസ് എന്തായിരിക്കും? മൂഡ്, ഡിസ്റ്റർബൻസ് ഇൻ മൂഡും അതുപോലെ തന്നെ സ്ലീപ്പ് ചെയ്ത് ഹൈപ്പർ സോംനി ആയിരിക്കും അല്ലെങ്കിൽ ഇൻസോംനി ആയിരിക്കും. സ്ലീപ്പ് കൂടുതൽ അല്ലെങ്കിൽ കുറവ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇവിടെ എന്താ? അപ്പറ്റൈറ്റും അതുപോലെ തന്നെയാണ്. ഒന്നെങ്കിൽ ഓവർ ഈറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ തീരെ ഫുഡ് കഴിക്കത്തില്ല. സോ ഇവിടുത്തെ ആൻസർ സെറോട്ടോണിൻ ആണ്. ഡോപ്പമൈനും നമ്മുടെ മൂഡുമായിട്ട് ലിങ്ക്ഡ് ആണ്. പക്ഷെ ഡോപ്പമൈൻ എന്താ? കൂടുതൽ മൂവ്മെന്റ് അസോസിയേറ്റഡ് ആണ്. ഓക്കെ,
സോ മാനിക് എപ്പിസോഡ്സിലൊക്കെ ഡോപ്പാമൈൻ ആയിരിക്കും ഹൈ. അതുപോലെ തന്നെ സ്കീസോഫ്രീനിയയിലും ഡോപ്പാമൈൻ ആയിരിക്കും ഹൈ. ഇപ്പം മൂഡ് ഡിസോർഡേഴ്സിൽ തന്നെ BPAD ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ ആണെങ്കിൽ അവിടെ ഡോപ്പാമൈൻ ഹൈ ആയിരിക്കും. എന്താ മാനിക് എപ്പിസോഡിൽ ഡോപ്പാമൈൻ ഹൈയും ലൈക്ക് രണ്ട് ഫങ്ഷൻസ് വരും. ഓക്കെ. Now, what is the role of sympathetic nervous system in the body? Sympathetic nervous systemത്തിന്റെ റോൾ എന്താ? See, വെരി ഗുഡ്. ഇതിന്റെ ആൻസർ എന്താ? സി തന്നെയാണ്. എന്താണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം? നമ്മൾ അന്നൊരു കോഡ് മാതിരി പഠിച്ചു വെച്ചല്ലേ, സിംഹത്തിനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കും. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇനി അടുത്ത് പറഞ്ഞേ. Which brain structure is responsible for controlling basic life functions such as breathing and heartbeat? പറഞ്ഞേ. പറഞ്ഞേ. എളുപ്പാ. ചിന്തിച്ചാൽ മതി. പറഞ്ഞേ. ബി. എല്ലാരും പറഞ്ഞേ. കമോൺ, എല്ലാരും പറഞ്ഞേ. സോ ഇതിന്റെ ആൻസർ ബി തന്നെയാണ്. ഓക്കെ. നിങ്ങൾ എന്താ വളരെ ഫേമസ് ആയിട്ടുള്ള വേർഡ് ആണല്ലേ മിഡിൽ ഒബ്ലാങ്കേറ്റ. ഒബ്ലാങ്കേറ്റയിലൊക്കെ ഒരു അടി കിട്ടിയ മനുഷ്യൻ തീർന്നു. അതിന്റെ റീസൺ എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് മിഡിൽ ഒബ്ലാങ്കേറ്റയാണ്. അതായത് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഇവിടെയൊക്കെ ഒരു ഇഞ്ചുറി അല്ലേ, ഈ ഐൻ ബ്രെയിൻ ഈ പോർഷനിലായിരിക്കും അല്ലേ കാണുന്നത്. ഈ പോർഷനിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ അതാണ് തലയ്ക്ക് അടി കിട്ടിയ ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്താ മരണസാധ്യതയുണ്ട്. അതിന്റെ റീസൺ എന്താണ്? മിഡിൽ ഒബ്ലാങ്കേറ്റ ആണെങ്കിൽ അവിടെയാണ് ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഹാർട്ട് ബീറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ്, മിഡിൽ ഒബ്ലാങ്കേറ്റ ആണ്. സോ അവിടെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ ഹാർട്ട് ബീറ്റിനെ അഫക്ട് ചെയ്യുന്നു, ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നു. ആള് പെട്ടെന്ന് ആളുടെ ലൈഫിന് ഇതൊരു ത്രെറ്റ് ആവും. മനസ്സിലായോ? ഓക്കെ. ഇനി what happens when ventromedial hypothalamus is damaged? Ventromedial hypothalamus damage ആയാൽ എന്ത് സംഭവിക്കും? പറഞ്ഞേ. പറഞ്ഞേ ഗൈസ്. ഓക്കെ, എല്ലാരും പറഞ്ഞേ.
ഓക്കെ, സി ഇത് കറക്റ്റ് ആണ്. ഇതിന്റെ ആൻസർ സി തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ഹൈപ്പോതലാമസ്, വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. സോ ഹൈപ്പോതലാമസിന്റെ ഓരോരോ ലൊക്കേഷൻ ആണ് അല്ലേ. സോ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റേറ്റി ആണ്. സാറ്റേറ്റി ഹങ്കർ ഉണ്ട് അല്ലെ. എന്താണ് ഹങ്കർ? സാറ്റേറ്റി. സാറ്റേറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പ് അല്ലേ. സാറ്റേറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സേറ്റേറ്റി. SATIETY. സേറ്റേറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? ബാലൻസ്ഡ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നതല്ലേ? ഉം. ആ, ഞാൻ കേട്ടില്ല, ഒന്നും കൂടെ പറഞ്ഞേ. ബാലൻസ്ഡ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. അതെ, നമ്മുടെ ഹങ്കർ അല്ലെങ്കിൽ നമ്മളെ ഒരു ഫീലിംഗ് ഓഫ് ഫുൾ ആണ് ആക്ച്വലി സാറ്റേറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ഫുൾ എന്ന് പറഞ്ഞ ആ ഒരു ഫീലിംഗ് എത്തുന്നതിനാണ് സാറ്റേറ്റി, ഒരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ഫുൾ. ഓക്കെ, സോ ഈ ഫീലിംഗ് ഓഫ് ഫുൾ അല്ലെങ്കിൽ സാറ്റേറ്റി കൺട്രോൾ ചെയ്യുന്നത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ആണ്. സാറ്റേറ്റി കൺട്രോൾ ചെയ്യുന്നത്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ വയറ് നിറഞ്ഞു, ആ ഫീലിംഗ് ഓഫ് ഫുൾ ഉണ്ടല്ലോ, ആ ഒരു സാറ്റേറ്റി അത് കൺട്രോൾ ചെയ്യുന്നത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ആണ്. സോ ഈ ഒരു ഏരിയയിൽ ഡാമേജ് സംഭവിച്ച എന്താ? നമുക്കൊരിക്കലും ഫുള്ള് ഫീൽ ചെയ്യത്തില്ല, നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. സോ അതിനെ നമ്മൾ കണ്ടിന്യൂസ് ഓവർ ഈറ്റിംഗ്. അപ്പൊ എന്താ? കണ്ടിന്യൂസ് ഓവർ ഈറ്റിംഗ് സംഭവിക്കും. ഇനി ഹങ്കർ കൺട്രോൾ ചെയ്യുന്ന ഏത് റീജിയൻ ആയിരിക്കും? ഹൈപ്പോതലാമസിന്റെ ലാറ്ററൽ റീജിയൻ ആണ് ഹങ്കർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഹങ്കർ കൺട്രോൾ ചെയ്യുന്ന റീജിയൻ ഏതാ? ലാറ്ററൽ ഹൈപ്പോതലാമസ്. സേറ്റേറ്റി ഏതാ? വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. അതായത് ഫീലിംഗ് ഓഫ് ഫുള്ള്, നമ്മളെ ഓക്കെ വിശപ്പ് എന്താ പറയാ, നമുക്ക് ആ എന്താ തൃപ്തി കിട്ടുമല്ലോ, ഭക്ഷണം കഴിച്ച ഞാൻ ഫുള്ളാണ് എന്ന് പറയുന്നത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസും. ഹങ്കറിനെ കൺട്രോൾ ചെയ്യുന്നത് ലാറ്ററൽ ഹൈപ്പോതലാമസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഗൈസ്? യെസ് മാം. ഓക്കെ, ഇനി രണ്ട് ഹോർമോൺ ഉണ്ട്. കേട്ടിട്ടുണ്ടോ ഈ ഹോർമോൺ? ഈ രണ്ട് ഹോർമോണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഫങ്ഷൻ? സോ നമുക്ക് വിശപ്പ് കൂടുമ്പോ എന്താ സംഭവിക്കുന്നത്? വിശപ്പ് കൂടുമ്പോ നമ്മുടെ വയറിന്ന് റിലീസ് ആവുന്ന ഒരു ഹോർമോൺ ആണ് ഗ്രലിൻ. ഓക്കെ, വിശപ്പ് കൂടുമ്പോ എന്താ? വയറ്റുന്ന ഒരു സൗണ്ട് അപ്പൊ ഗ്രലിൻ ഹോർമോൺ, അങ്ങനെ ഓർത്തിച്ചു. ഓക്കെ, സോ വിശപ്പ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഹങ്കർ ആവുന്ന ടൈമിൽ റിലീസ് ചെയ്യുന്നത് ഗ്രലിനും, എന്താ നമുക്ക് ഫുള്ളായി എന്ന് പറയുന്ന സമയത്ത് റിലീസ് ആവുന്നത് ലെപ്റ്റിനും. ക്ലിയർ? ലെപ്റ്റിൻ ഇസ് റിലേറ്റഡ് ടു ഫാറ്റ് സെൽസ്. ഫാറ്റ് സെൽസ് ആയിട്ട് റിലേറ്റഡ് ആണ് ഈ ലെപ്റ്റിൻ. അതുപോലെ തന്നെ നമുക്ക് ഫുൾ ആവുന്ന സമയത്ത് റിലീസ് ആവുന്ന ഹോർമോൺ ലെപ്റ്റിൻ ആണ്. ഓക്കെ, വിശക്കുന്ന സമയത്ത് റിലീസ് ആവുന്ന ഗ്രലിൻ. ഓക്കെ, അതുപോലെ തന്നെ സാറ്റേറ്റി സെന്റർ എന്ന് പറയുന്നത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസും, ലാറ്ററൽ ഹൈപ്പോതലാമസ് എന്താ? ഹങ്കർ സ്റ്റിമുലേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് പറഞ്ഞേ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇസ് മോസ്റ്റ് ഇൻവോൾവ് ഇൻ ഫോമിംഗ് ന്യൂ മെമ്മറീസ്? പുതിയ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ട് ഏതാ? ഉണ്ടാക്കാൻ സഹായിക്കുന്ന പാർട്ട് ഏതാ? നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം പറഞ്ഞേ. എല്ലാരും പറഞ്ഞേ.
എല്ലാവരും പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം അത്. ഒറ്റ സെക്കൻഡ്. ഓ, സോ എല്ലാരും ബി ആണ് അല്ലേ? ഹിപ്പോക്കൈറ്റസ് നമ്മൾ പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം കൺസോൾട്ടേഷനും മെമ്മറിക്കും എല്ലാം സഹായിക്കുന്നത് ഏതാ? ലേണിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഹിപ്പോക്യാമ്പസ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് കോർപ്പസ് കലോസം? എന്താണ് കോർപ്പസ് കലോസം? എല്ലാരും പറഞ്ഞേ. എന്റെ ആൻസർ എന്താ? ബി തന്നെ. എന്താണ് കോർപ്പസ് കലോസം? നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് കോർപ്പസ് കലോസം അല്ലെ? രണ്ട് ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഈ കോർപ്പസ് കലോസം. അപ്പൊ കോർപ്പസ് കലോസത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് കോർഡിനേറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കോർപ്പസ് കലോസം. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും കണക്ട് ചെയ്യുന്നത് ആരാ? കോർപ്പസ് കലോസം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ മൊഡ്യൂൾസ് എന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ നിങ്ങളുടെ എക്സാം ഈ ആഴ്ചയാണെന്നല്ലേ? ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. എല്ലാവർക്കും അവരുടെ ഡ്രീം യൂണിവേഴ്സിറ്റി കിട്ടട്ടെ. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഫാത്തിമ, അമേഗ്ഡല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിനിലെ സ്ട്രക്ചർ ആണ് അമേഗ്ഡല. ഓക്കെ, സോ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ അമേഗ്ഡലയാണ് നമ്മുടെ പേടിയും നമ്മുടെ എല്ലാ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. സോ അമേഗ്ഡല റിമൂവ് ചെയ്താൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവത്തില്ല, പേടിയൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, സോ തോൺട്രിക്കിന്റെ ലോ എന്തൊക്കെയാ? നമ്മുടെ ലോ ഓഫ് പ്രാക്ടീസ് ഉണ്ട്, ലോ ഓഫ് എഫക്റ്റ് ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഞാനും വിട്ടുപോയി. ലോ ഓഫ് എഫക്ട്. യെസ്, വെരി ഗുഡ്. ലോ ഓഫ് റെഡിനെസ്. അപ്പം എന്താണ് ലോ ഓഫ് റെഡിനെസ്? റോൾ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ അല്ലേ? നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവം ലേൺ ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ, അതാണ് റെഡിനെസ്.
ഇനി ലോ ഓഫ് എഫക്ട് എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൺസിക്വൻസസ്, നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസിക്വൻസസ് അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ബിഹേവിയർ കാണിച്ചു, എനിക്ക് അതിൽ നിന്ന് കിട്ടിയ കോൺസിക്വൻസസ് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് കിട്ടുന്ന കോൺസിക്വൻസസ് വളരെ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ ബിഹേവിയർ ഞാൻ കുറയ്ക്കും. സോ അതാണ് നമ്മുടെ ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് പ്രാക്ടീസ്, എന്താണ് ലോ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്? ലോ ഓഫ് എക്സസൈസ്. എന്താണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്? നമ്മൾ എത്രത്തോളം ആ ഒരു ബിഹേവിയർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും നമ്മൾ ലേൺ ചെയ്യുന്ന പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം കണ്ടീഷനിങ്, എത്രത്തോളം നമ്മൾ ഒരു സംഭവം കണ്ടീഷൻ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ അത് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേഷണൽ ലേണിംഗ്, ഇപ്പൊ നമ്മൾ കൂടുതലും ഈ സൈക്കോ മൂവീസോ അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ് ആണ് കാണുന്നെങ്കിൽ നമുക്കും നമ്മൾ പോലും അറിയാണ്ട് കുറച്ച് അതിന്റെ ഒരു സംഭവമൊക്കെ നമ്മുടെ ഉള്ളിൽ വരാം. നമ്മൾ സൈക്കോ ആയിട്ട് മാറും എന്നല്ല, പക്ഷെ ആ വയലൻസ് നമ്മുടെ ഉള്ളിൽ വരാം. സോ നമ്മൾ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിലാണ്. സോ അതിനെയാണ് നമ്മൾ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 ലോസ് എന്താണ്? റെഡിനെസ്, എഫക്ട് ആൻഡ് എക്സസൈസ്. ക്ലിയർ ആണോ? അതെ മാം. ഓക്കെ, കേട്ടില്ല അമൃത? ക്ലിയർ ആണ് മാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഗൈസ്? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അസറ്റൈൽ കോളിന്റെ ഫംഗ്ഷൻ അല്ലെ. അസറ്റൈൽ കോളിൻ മെയിൻലി ഈ അൽഷിമേഴ്സിലൊക്കെ ഉള്ള ഒരു ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഈ അസറ്റൈൽ കോളിന്റെ ഫംഗ്ഷൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളതെല്ലാം ചോദിച്ചു. പറഞ്ഞോളൂ. നേരത്തെ ലാറ്ററൽ ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഹങ്കർ കൺട്രോൾ ചെയ്യുന്നത്? ഏതാ ലാറ്ററൽ ഹൈപ്പോത്തസിസ് എന്നല്ലേ മാം പറഞ്ഞത്? ലാറ്ററൽ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. മാം അതിന് ഡാമേജ് വന്നാല് ഹങ്കർ കൺട്രോൾ പോവൂലേ? പിന്നെ എങ്ങനെയാ വെട്രോ വരുന്നത് എങ്ങനെയാണ്? വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ സാറ്റൈറ്റി. സാറ്റൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫുൾ ഫീലിംഗ് എത്തും അല്ലേ? ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ലെപ്റ്റിൻ റിലീസ് ചെയ്യും, ലെപ്റ്റിൻ ബ്രെയിനിൽ ഒരു സിഗ്നൽ എത്തിക്കും. അപ്പൊ നമ്മുടെ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് പറയും ഫുഡ് കഴിച്ചു, വയറ് ഫുള്ളായി, ഇനി ഇത്ര മതി, കൂടുതൽ കഴിക്കണ്ടെന്ന് പറയും അല്ലെ? സോ ഈ സാറ്റൈറ്റി കൺട്രോൾ ചെയ്യുന്നത് ആരാ? വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. ഓക്കെ, സാറ്റൈറ്റി എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഫുൾനെസ്. നമുക്ക് ഫുള്ളായി, എന്റെ വയറിപ്പോ ഫുള്ളാണ് എന്ന് പറയുന്നത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. ഓക്കെ, സോ ആ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൽ ഡാമേജ് സംഭവിച്ചു. സോ സപ്പോസ് ഇപ്പൊ നമ്മുടെ ആ ബോഡിയിൽ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് ഇല്ലാന്ന് വെച്ചോ, അപ്പൊ നമുക്ക് എപ്പോഴും ഹങ്കർ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ആരും പറയുന്നില്ല. ഇപ്പം ഈവൻ നമ്മുടെ ബോഡിയിൽ ലെപ്റ്റിൻ റിലീസ് ചെയ്യുന്ന തന്നെ ഇരിക്കട്ടെ, സിഗ്നൽ ബ്രെയിനിൽ എത്തുന്നില്ല. ബ്രെയിനിൽ എത്തിക്കാൻ അവിടെ കൺട്രോൾ ചെയ്യാൻ ഒരാളില്ല. അപ്പൊ നമുക്ക് ഫുള്ള് കിട്ടുന്നില്ല, അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? സോ അതാണ് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൽ ഡാമേജ് സംഭവിച്ചാൽ ഓവർ ഈറ്റിംഗ് സംഭവിക്കുന്നത്. ഓക്കെ,
സോ വെൻട്രൽ മീഡിയ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സാറ്റൈറ്റി ആണ്, പക്ഷെ ഡാമേജ് സംഭവിച്ചാൽ ഓവർ ഈറ്റിംഗ്. മനസ്സിലായോ? ഓക്കെ.